എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ കോംബോ ആണ്. മസാലയൊന്നും ഒട്ടും തന്നെ പിരിയാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ മാവൊന്നും കുഴച്ച് പരത്തി എടുക്കേണ്ട ആവശ്യമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പത്തലുമാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ പുറമേ ഒരു കോട്ടിംഗ് ഒന്നും ഇളകി പോകാതെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊരു 20 അല്ലിയോളം, ചെറിയ അല്ലിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയുടെ അല്ലിയാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതി. ഇത് ഞാൻ വെളുത്തുള്ളിയുടെ ഒരു തൊലിയോട് കൂടിയിട്ടാണ് നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കനിൽ നല്ലൊരു പൊടി പോലെയുള്ള ഒരു മസാല കിട്ടും. കൂടാതെ നമുക്കിതിലേക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ചെറിയൊരു 3 കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 8ഓളം വറ്റൽ മുളകാണ്. കൂടാതെ ഒരു 6-7 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ എന്ന് തന്നെ പറയുന്നത് ഇതുപോലെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു കൈപ്പിടി കറിവേപ്പില ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും വേണം. അതും ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ പെരിഞ്ജീരകമാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചിട്ടെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു 15 മിനിറ്റിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടിംഗ് ഒന്നും ഇളകി പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈക്ക് അത്യാവശ്യം നല്ലൊരു കളറും കിട്ടും. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ആവശ്യമായിട്ട് വരും. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടതൊരു 4-4.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുൾ നാരങ്ങയുടെ നീര് മുഴുവനും പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഒരു നാരങ്ങ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇത് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓവർനൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ രാവിലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇരട്ടി ടേസ്റ്റ് കിട്ടും. നമ്മൾ അത്രയും സമയമൊക്കെ ഈ ഒരു ചിക്കൻ ഇതുപോലെ മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഓവർനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. ഇതുപോലെ ഒരു പാനിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്താൽ ആ ഒരു കോട്ടിംഗ് ഒന്നും പോകാതെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. കാരണം ആ ഒരു ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പതിയെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ ആ ഒരു സമയം കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് എന്നാൽ ഉള്ളിൽ നന്നായിട്ട് നമുക്ക് വെന്തും കിട്ടണം. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ഒരു ചിക്കൻ ഫുള്ള് ഞാൻ ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു എണ്ണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊരു കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ വന്നിട്ടില്ല. കറക്റ്റായിട്ട് ആ ഒരു കോട്ടിംഗ് ചിക്കനിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട്, എണ്ണയിലൊന്നും ആയിട്ടില്ല. അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റുകയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ആ ഒരു കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ എണ്ണയിലൊന്നും ഇളകിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. നമ്മളൊരു കറിവേപ്പില കുറച്ച് ഏറെ തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല, ആ ഒരു ഫ്ലേവറും മണമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നാരങ്ങാനീര് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ എല്ലാത്തിന്റെ മുകളിൽ കുറച്ചാകുന്ന രീതിയിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മാവൊക്കെ കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന ഒരു പത്തലിനെക്കാട്ടിലും വളരെ സിമ്പിൾ ആയിട്ട് മാവ് കോരി ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള പത്തലിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പത്തൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന വെള്ളച്ചോറ് വെക്കുന്ന ഒരു അരിയില്ലേ, ആ ഒരു അരിയാണ് കേട്ടോ വേണ്ടത്. നമുക്കിതിലേക്ക് പച്ചരിയല്ല വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പൊന്നി അരിയില്ലേ, പൊന്നി അരിയാണ് കേട്ടോ. ഇതുപോലെ 2.5 കപ്പ് എടുത്തിരിക്കുന്നത്. 250 ml ഈ ഒരു കപ്പാണ്. ഇതിൽ 2.5 കപ്പ് അളവിൽ പൊന്നീരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അളവ് കപ്പിന് പകരം നിങ്ങൾക്ക് സാധാ വലിപ്പമുള്ള ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് അളവിൽ അരി എടുക്കാം. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2.5 കപ്പ് അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊരു 3-4 തവണ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അരി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഏറെ തന്നെ നല്ല തിളച്ച ചൂട് വെള്ളത്തിൽ വേണം ഈ ഒരു അരി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു അരിക്ക് കുറച്ചും കൂടെ കട്ടി കൂടുതലല്ല സാധാരണ പച്ചരിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി നന്നായിരിക്കും. നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഈ ഒരു അരി നമ്മളൊന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് 2.5 മണിക്കൂർ ആയപ്പോഴത്തേക്കാണ് ഇത് തുറന്ന് നോക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു അരി നന്നായിട്ട് നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സമയമൊക്കെ നമ്മളിത് കുതിരാനിട്ടിട്ട് ഒരു ചോറ് പരുവൊന്നും ആയി പോരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടണം. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മൾ കുതിർത്തി എടുക്കേണ്ടത്. കാരണം ഈ ഒരു അരിക്ക് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലാണ് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിന്റെ വെള്ളം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇതുപോലെ ഈ ഒരു അരി നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. നല്ല ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അരച്ചെടുത്തതിന് ശേഷം കറക്റ്റ് ഒരു വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തതങ്ങ് അരക്കരുത്. കാരണം ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത്, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടിരിക്കുന്ന മാവുമല്ല. കറക്റ്റ് ആ ഒരു മാവിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോൾ ഇതിലായിട്ടുള്ള കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു അരി കുറച്ച് ഏറെ തന്നെ ഉള്ളതുകൊണ്ട് ഒരു 3 തവണയായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. ഒരു തവണ ഒന്ന് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 2-3 തവണ നിർത്തി വേണം നമ്മൾ ഈ ഒരു അരി അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് നമ്മളിത് വെള്ളം ചേർത്ത് അരച്ചിട്ടെടുക്കേണ്ടത്. ഇതിലും കട്ടിയാകാനും പാടില്ല, ഇതിലും ലൂസായി പോവുകയും ചെയ്യരുത്. കറക്റ്റ് ഈ ഒരു പാകത്തിന് നമ്മൾ അരച്ചിട്ടെടുക്കുക. അപ്പം അങ്ങനെ 3 തവണയായിട്ട് ഈ ഒരു അരി ഞാൻ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അരി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മൾ അരി ഇളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് കണ്ടില്ല, നമ്മുടെ ഈ ഒരു പത്തലിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാവിൻ്റെ ഒരു പരുവം ഈ ഒരു പാകമായിരിക്കണം. ഇതിൽ ഒരിക്കലും വെള്ളം കൂടിയും പോകരുത്, ഇതിൽ ഒരുപാട് കട്ടിയാകാനും പാടില്ല. അപ്പം നമ്മുടെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ പാത്രമില്ലേ, അതിൽ ചുട്ടിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ചുട്ടിട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പാനിൻ്റെ ചൂട് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്കും അധികം ചൂടുണ്ടാകാൻ പാടില്ല. ആ ഒരു സമയത്താണ് നമ്മളിത് പരത്തി കൊടുക്കേണ്ടത് തവി കൊണ്ട്. എങ്കിൽ മാത്രം നമുക്ക് നല്ല കറക്റ്റ് റൗണ്ടിൽ ഇത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പാൻ ഒരുപാട് ചൂടുണ്ടെങ്കിൽ ആ ഒരു മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും തന്നെ അതിൽ ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്കത് പരത്താൻ പറ്റത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാനിൻ്റെ ഒരു ചൂടാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് റൗണ്ടാക്കി ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാട് നൈസാക്കാതെ അത്യാവശ്യം ഒരു കട്ടിക്കാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. കുക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക. അങ്ങനെ ഒരു മുകൾ ഭാഗമൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്.
അങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 തവണ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് നമ്മളിത് വേവിക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇനി അടുത്തത് നമ്മൾ ചുട്ടിട്ടെടുക്കുന്ന സമയത്ത് പാൻ അത്യാവശ്യം ഒരു ചൂടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചൂട് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ആദ്യം തളിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം ഒന്ന് തൂത്തതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു റൗണ്ടാക്കി ഒന്ന് പരത്താൻ വേണ്ടിയിട്ട്. ഓരോ തവണ ചുട്ടിട്ടെടുക്കുമ്പോഴും ആ ഒരു പാനിൻ്റെ ചൂട് നമ്മൾ കുറയ്ക്കുക. ചൂട് കുറഞ്ഞ സമയത്ത് നമ്മൾ പരത്തിയെടുത്താൽ മാത്രമേ കറക്റ്റ് റൗണ്ടാക്കി നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമതും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു രീതിയാണിത്. എന്നാൽ നമ്മൾ സാധാരണ കൈ കൊണ്ട് പരത്തിയൊക്കെ എടുക്കുന്ന ഒരു പത്തലിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റും കിട്ടും. പരത്തി എടുക്കുന്ന സമയത്ത് ഒരു പാനിൻ്റെ ചൂട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തൽ എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.